പരിശുദ്ധ പരമ ദിവ്യകാരുണ്യമേ, എന്നേരവും ആരാധനയും സ്തുതിയും പുകഴ്ചയും ഉണ്ടായിരിക്കട്ടെ. പരിശുദ്ധ പരമ ദിവ്യകാരുണ്യമേ, എന്നേരവും ആരാധനയും സ്തുതിയും പുകഴ്ചയും ഉണ്ടായിരിക്കട്ടെ. പരിശുദ്ധ പരമ ദിവ്യകാരുണ്യമേ, എന്നേരവും ആരാധനയും സ്തുതിയും പുകഴ്ചയും ഉണ്ടായിരിക്കട്ടെ. ഈശോയെ ആരാധന, ഈശോയെ സ്തുതി, നന്ദി നന്ദി നന്ദി. ദിവ്യകാരുണ്യനാഥന ഈശോയെ ഞങ്ങളങ്ങേ ആരാധിക്കുകയും സ്തുതിക്കുകയും ചെയ്യുന്നു. ഈശോയെ അങ്ങയുടെ സജീവ സാന്നിധ്യത്തിന് മുമ്പ് ഞങ്ങൾ പരിപൂർണമായിട്ടായിരിക്കുന്നു. എൻ്റെ ചിന്തകളെയും എൻ്റെ എല്ലാ ആകുലതകളെയും ഭാരങ്ങളെയും ഭയങ്ങളെയും അങ്ങയുടെ തൃപ്പാദങ്ങളിൽ സമർപ്പിക്കുന്നു. ഈശോയെ അങ്ങയുടെ ചുറകിൻ തണലിൽ ആയിരിക്കുവാൻ എന്നെ അനുവദിച്ചതിനെ ഓർത്ത് നന്ദി പറയുന്നു. ഈശോയെ എൻ്റെ സംരക്ഷണത്തിൽ പരിപൂർണമായി എന്നെ തന്നെ സമർപ്പിക്കുന്നു. സങ്കീർത്തനം 99:1-9. നീ കർത്താവിനെ നിൻ്റെ സങ്കേതമായി സ്വീകരിക്കുക, അപ്പോൾ അത്യുന്നതൻ നിൻ്റെ വാസസ്ഥലവുമാക്കും. പ്രിയ സഹോദരങ്ങളെ, ദൈവം നമ്മുടെ സങ്കേതമായി മാറുമ്പോൾ നമ്മുടെ ജീവിതത്തിൽ കൊടുങ്കാറ്റ് വീശിയാലും നമ്മെ തകർക്കാൻ കഴിയാത്ത ഉറപ്പുള്ളൊരു കോട്ടയായി ദൈവം നമ്മുടെ കൂടെ ഉണ്ടാകും. ലോകം നമുക്ക് നേരെ ഉയർത്തുന്ന വെല്ലുവിളികൾ ഈ സങ്കേതത്തിന് പുറത്താണ് എന്നുള്ളത് മനസ്സിലാക്കേണ്ടത്. ഈ ദിവ്യകാരുണ്യനാഥന് മുമ്പിലായിരിക്കുമ്പോൾ പരിപൂർണമായി നമ്മെ തന്നെ തമ്പുരാൻ്റെ മുമ്പിൽ നമുക്ക് സമർപ്പിക്കണം, ആശ്രയം വയ്ക്കണം. ദൈവത്തിലാണ് എൻ്റെ ആശ്രയം എന്ന് പറഞ്ഞാൽ മാത്രം പോരാ, പരിപൂർണമായി ദൈവത്തിൽ ആശ്രയിക്കാൻ നമുക്ക് സാധിക്കണം. അപ്പോഴാണ് ദൈവമാണ് എൻ്റെ സങ്കേതമെന്ന് നമുക്ക് പറയാനായിട്ട് സാധിക്കും. അപ്പോൾ നമ്മുടെ അനുദിന ജീവിതത്തിൽ എന്തെല്ലാം വേദനകളുണ്ടായാലും സങ്കടങ്ങളുണ്ടായാലും ആകുലതകളുണ്ടായാലും പ്രതിസന്ധികളുണ്ടായാലും ദൈവമാണ് എൻ്റെ അഭയകേന്ദ്രമെങ്കിൽ, സങ്കേതമെങ്കിൽ എൻ്റെ ജീവിതത്തിലത് ഏറ്റവും ഉറപ്പുള്ള കോട്ടയാണ്. അതുപോലെ തന്നെ അത്യുന്നതൻ നിൻ്റെ വാസസ്ഥലവുമാക്കി എന്ന് പറയുന്നുണ്ട്. ദൈവം നമ്മുടെ ജീവിതത്തിൽ വസിക്കാൻ തുടങ്ങുമ്പോൾ അവിടുത്തെ നാം വാസസ്ഥലമാക്കുക എന്നുള്ളതാണ്. എന്നാൽ അതിൻ്റെ അർത്ഥമെന്ന് പറയുന്നത് നിമിഷവും എല്ലാ നിമിഷവും അവിടുത്തെ സ്നേഹത്തിനുള്ളിൽ സുരക്ഷിതരായിരിക്കുക എന്നുള്ളതാണ്. അവിടുന്നിൽ വസിക്കുക, അവിടുന്ന് നമ്മിൽ വസിക്കുകയും ചെയ്യും. ദൈവത്തോടു കൂടെയായിരിക്കുവാൻ നാം ആഗ്രഹിക്കുമ്പോൾ ദൈവം നമ്മോട് കൂടിയായിരിക്കുകയും ചെയ്യുന്നത്. അതുകൊണ്ട് ഇമ്മാനുവേൽ, കൂടെയായിരിക്കുന്നവൻ എന്നുള്ളതാണ്. കൂടെയായിരിക്കുക എന്ന് പറഞ്ഞാൽ ലോകത്തിൻ്റെതായ ശൈലി നോക്കിയാൽ സന്തോഷങ്ങളും നമ്മളെക്കൊണ്ട് ഉപയോഗമുള്ളപ്പോഴൊക്കെയാണ് നമ്മുടെ കൂടെയായിരിക്കുക. എന്നാൽ ഈശോ അങ്ങനെയല്ല, ദൈവം അങ്ങനെയല്ല. ദൈവം എപ്പോഴും നമ്മുടെ കൂടെയുള്ളവനാണ്. നമ്മുടെ എല്ലാ ആവശ്യങ്ങളിലും അവിടുന്ന് നമ്മുടെ കൂടെയുള്ളതാണ്. ഭയത്തിന് പ്രവേശനമില്ലാത്ത ഒരിടമാണ് ദൈവത്തിൻ്റെ സന്നിധി. അതുകൊണ്ട് ദൈവത്തിൻ്റെ സാന്നിധ്യത്തിൽ, ദൈവത്തിൻ്റെ സന്നിധിയിൽ എപ്പോഴും ആയിരിക്കുക എന്നുള്ളത്. അതുപോലെ നാം ദൈവത്തെ ആശ്രയിക്കുമ്പോൾ ഒരു തിന്മയും നമ്മെ കീഴടക്കുകയില്ല എന്ന് ദൈവം വാഗ്ദാനം നൽകുന്നു. അത് ദൈവം നമുക്ക് നൽകുന്ന ഉറപ്പാണ്. നാം ദൈവത്തിലാണ് ആശ്രയിക്കുന്നതെങ്കിൽ ഒരു തിന്മയ്ക്കും നമ്മെ ഭയപ്പെടുത്താനോ
കീഴ്പ്പെടുത്താനോ സാധിക്കുകയില്ല. ഒരു പക്ഷേ അസ്വസ്ഥതപ്പെടുത്താൻ സാധിച്ചെന്ന് വരും. പക്ഷേ അസ്വസ്ഥതയ്ക്കപ്പുറമാണ് ദൈവത്തിൻ്റെ സജീവമായ സാന്നിധ്യവും അവിടുത്തെ സംരക്ഷണവും. നാം നമ്മുടെ ജീവിതം അവിടുത്തെ നിഴലിലാണ് ജീവിച്ചു തീർക്കുക. കണ്ണുകളടച്ച് നമ്മുടെ മനസ്സിനോട് നമുക്ക് സംസാരിക്കാം. എൻ്റെ ആത്മാവെ, എന്തിനാണ് നീ ഭാരപ്പെടുന്നത്? നീ എന്തിനാണ് സങ്കടപ്പെടുന്നത്? നീ എന്തിനാണ് അസ്വസ്ഥനാകുന്നത്? ലോകത്തെ ജയിച്ച ഈശോയാണ് നിൻ്റെ സങ്കേതമെന്ന് നമ്മുടെ മനസ്സിനെ പറഞ്ഞ് പഠിപ്പിക്കണം. നമുക്ക് ചുറ്റുമുള്ള സാഹചര്യങ്ങൾ കഠിനമായിക്കൊള്ളട്ടെ, നമുക്ക് വിവേചിച്ചറിയാൻ സാധിക്കാത്തതായിക്കൊള്ളട്ടെ, മനസ്സിലാക്കാൻ സാധിക്കാത്തതായിക്കൊള്ളട്ടെ, ദൈവം നമുക്ക് നൽകുന്ന ഒരു സമാധാനം, നമ്മുടെ ഉള്ളിൻ്റെ ഉള്ളിൽ നമുക്ക് നൽകുന്ന ഒരു സമാധാനം അത് വലുതാണ്. അത് സ്വർഗത്തിൻ്റെ സമാധാനമാണ്. മറ്റാർക്കും നൽകാനായിട്ട് സാധിക്കുകയില്ല. അവിടുത്തെ വാഗ്ദാനങ്ങൾ സത്യമാണ്. അവിടുന്ന് നിന്നെ കാക്കുന്നു. നിൻ്റെ കുടുംബത്തെയും നിൻ്റെ ഭാവിയെയും അവിടുത്തെ കരങ്ങളിൽ ഏൽപ്പിക്കുക. നീ സുരക്ഷിതനാണ് എന്നുള്ളത് നമുക്ക് പ്രാർത്ഥിക്കാം. കർത്താവേ, എന്നെ അങ്ങേ എൻ്റെ വാസസ്ഥലമായി ഞാൻ തിരഞ്ഞെടുക്കുന്നു. എൻ്റെ ജീവിതത്തിലെ എല്ലാ നിമിഷവും, ഓരോ നിമിഷവും അങ്ങയുടെ കാവലുണ്ടാകണമേ. പേടികളില്ലാതെ ഉറങ്ങുവാനും പ്രത്യാശയോടെ ഉണരുവാനും എനിക്ക് കൃപ നൽകണമേ. അങ്ങയുടെ കരുതൽ എപ്പോഴും എന്നോട് കൂടെയുള്ളതിനാൽ ഞാൻ നന്ദി പറയുന്നു. ആമേൻ. ഈശോയെ നന്ദി, ഈശോയെ ആരാധന, ഈശോയെ സ്തുതി. പ്രിയ സഹോദരങ്ങളെ, നമ്മുടെ എല്ലാ നിയോഗങ്ങളും ഈ സങ്കീർത്തനം 91:9 ചേർത്ത് വെച്ചുകൊണ്ട് അതിൻ്റെ അഭിഷേകത്തോടു കൂടിയായിരിക്കട്ടെ. കർത്താവ് നമ്മുടെ സങ്കേതമായി, അതുപോലെ തന്നെ അവിടുത്തെ നമ്മളുടെ വാസസ്ഥലവുമാക്കി. ഇത്ര മനോഹരമായ നമ്മുടെ എല്ലാ നിയോഗങ്ങളുമേലും തമ്പുരാൻ്റെ പ്രത്യേക അഭിഷേകമുണ്ടാവട്ടെ, കൃപയുണ്ടാകട്ടെ എന്ന് സ്നേഹപൂർവ്വം പ്രാർത്ഥിക്കുന്നു. നല്ലൊരു സുദിനം ആശംസിക്കുന്നു. എല്ലാവരെയും സമൃദ്ധമായി അനുഗ്രഹിക്കട്ടെ. എല്ലാവർക്കും വേണ്ടി സ്നേഹപൂർവ്വം പ്രാർത്ഥനാപൂർവം ആയിരിക്കുകയും ചെയ്യാം. പരിശുദ്ധ പരമ ദിവ്യകാരുണ്യമേ, എന്നേ